എഡ്യു ഹെൽത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും നമ്മൾ ഡയറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് മാറ്റേഴ്സിനെ പറ്റിയാണ് ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഐറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, മെൻസ്ട്രൽ കപ്പ്. അന്നും ഇന്നും രഹസ്യമായും പരസ്യമായും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം. ഇന്നും ഒരുപാട് ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. പലർക്കും അത് ഓപ്പണായിട്ട് ചോദിക്കാനായിട്ട് വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഈ മെൻസ്ട്രേഷൻ എന്നുള്ളത്. കാരണം നമ്മൾ തുണികളും കാര്യങ്ങളും ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇന്ന് പാഡുകളിലേക്ക് എല്ലാ കുട്ടികളും മാറിയിരിക്കുന്നു. പക്ഷേ പുതിയൊരു കാര്യത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ഒരു ട്രെൻഡാണ് മെൻസ്ട്രൽ കപ്പ്. എന്നാൽ ഇതിനെപ്പറ്റി ഇത് എന്തുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടോ, എങ്ങനെ ഉപയോഗിക്കാം, ആർക്കെങ്കിലും ഇത് ഉപയോഗിക്കാൻ പാടാത്തതുണ്ടോ, ഇതിനെ പറ്റിയെല്ലാമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് മെൻസ്ട്രൽ കപ്പ് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഒന്നാമത്തെ കാര്യം, ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു 15 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ഏകദേശം 35 മുതൽ 40 വർഷത്തോളം മെൻസ്ട്രേഷൻ പീരീഡിലൂടെ കടന്നു പോകുന്നവരാണ് ഓരോ സ്ത്രീയും. നമ്മൾ പറയാറുണ്ട് എപ്പോഴും, നമ്മളുണ്ടാക്കുന്ന ഓരോ മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് പ്ലാസ്റ്റിക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെയാണ് അത് സംസ്കരിക്കണതിൻ്റെ കടമയും എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ 15 വയസ്സ് തൊട്ട് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തിൽ നമ്മൾ 7 ദിവസത്തോളം ഇത്തരം ബ്ലീഡിങ്ങിന് വേണ്ടി നമ്മൾ പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 7 ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു ദിവസം നമ്മളൊരു 3 പാഡെങ്കിലും എന്തായാലും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതിൽ കൂടുതലായിരിക്കാം കൂടുതൽ ബ്ലീഡിംഗ് ഉള്ളവർക്ക്. 7 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ 3 പാഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ 21 പാഡ് നമുക്ക് മിനിമം വരെയുണ്ടായി. അപ്പോൾ അതൊരു കൊല്ലത്തേക്കാവുമ്പോൾ തന്നെ എത്രയുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു 35 വർഷത്തേക്കോ 40 വർഷത്തേക്കോ നമ്മൾ എത്രമാത്രം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഈ ഭൂമിയിലേക്ക് കളയുന്നത്. നമുക്കൊന്നറിയാം, നമ്മൾ ഈ പാഡുകളെല്ലാം വളരെ ജെന്യുവനായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് കളയുന്നത് എന്നുള്ളത് വളരെ ആശാവഹമാണ്. ഒന്നുകിൽ നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒന്നുമില്ലെങ്കിൽ ഇത് നമ്മൾ കുഴിച്ചിടും, അല്ലെങ്കിൽ കത്തിക്കും, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പ് കളഞ്ഞുകൊണ്ട് ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരാരും കാണാത്ത സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഈ എല്ലാ മാർഗങ്ങൾ എടുത്താലും അത് ഭൂമിക്ക് വളരെ ദോഷകരമായ ഒരു വസ്തുത തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മെൻസ്ട്രൽ കപ്പ് വളരെയധികം എക്കോ ഫ്രണ്ട്ലി ആണ്. ഈ മെൻസ്ട്രൽ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സിലിക്കോൺ എന്ന പദാർത്ഥം കൊണ്ടാണ്. ഇത് FDA അപ്രൂവ്ഡുമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ അവരുടെ ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത് 12 വർഷത്തോളം ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇത്രമാത്രം പാഡ് നമ്മൾ വലിച്ചെറിയുന്നതിനും അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണോ അത് സംസ്കരിക്കുന്നത് എന്നുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 12 വർഷം ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി നമ്മളൊരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പത്തിക ലാഭം എന്നുള്ളതും കൂടി വേറൊരു ഫാക്ടറാണ്. നമുക്കറിയാം, ഒരു വിധം സ്റ്റാൻഡേർഡ് കമ്പനിയുടെ പാഡ് മേടിക്കുമ്പോൾ തന്നെ ഏകദേശം 40 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം ഒരു കൊല്ലം അല്ലെങ്കിൽ ഈ 35 വർഷമോ 40 വർഷമോ നമ്മൾ ചിലവാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതാണ്. ഇത്തരം ഒരു പാഡിന് ഇത്തരം ഒരു മെൻസ്ട്രൽ കപ്പിന് ഏകദേശം ഒരു 350-500 രൂപയിലും താഴെയായിട്ടാണ് ഒരുവിധം സ്റ്റാൻഡേർഡുള്ള എല്ലാ കമ്പനികളുടെയും മെൻസ്ട്രൽ കപ്പുകൾക്ക് ആകെ വരുന്ന വില. പാഡുകൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വരുന്ന ഒരു പ്രശ്നം അതുണ്ടാക്കുന്ന അലർജിയാണ്. പലർക്കും ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇച്ചിങ് പ്രോബ്ലം, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡിൽ തൊലി പോകാനായിട്ട് അത്തരം പ്രോബ്ലംസ് എല്ലാവർക്കും സാധാരണയായിട്ട് കാണുന്ന ഒന്നാണ്. ഈ സിലിക്കൺ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്റ്റഡിയിൽ FDA പറയുന്നത് ഒരു 2 ലക്ഷം ആളുകളിൽ ഒരു 2 പേർക്കോ 3 പേർക്കോ ആണ് ഇതിൻ്റേതായ ഒരു അലർജി, സിലിക്കൺ മെറ്റീരിയലിൻ്റെ ഒരു അലർജി കണ്ടിട്ടുള്ളത്. അത് അത്രയും, അഥവാ ആ ഒരു മെറ്റീരിയലിന് അലർജി ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ റബ്ബർ മെറ്റീരിയലിലും ഇത് അവൈലബിൾ ആണ്. പല ആളുകളുടെയും ബ്ലീഡിംഗ് തോത് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം ബ്ലഡ് നഷ്ടപ്പെടുന്നുണ്ട്, അഥവാ അത് നോർമലിനേക്കാൾ ഒരുപാട് കൂടുതലാണോ എന്നൊന്നും നമുക്ക് പാഡ് യൂസ് ചെയ്യുമ്പോഴോ ക്ലോത്ത് യൂസ് ചെയ്യുമ്പോഴോ അറിയാറില്ല. മെൻസ്ട്രൽ കപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയും ഒരു അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നതും അതിൽ ലേബൽ ചെയ്തിട്ടുണ്ട് അളവുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം ഓരോ തവണ യൂസ് ചെയ്ത് കളയുമ്പോഴും നമുക്ക് ഏകദേശം മെഷർ ചെയ്യാൻ പറ്റും എത്രമാത്രം ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫൈബ്രോയിഡ്സിൻ്റെ ഇത് ഫലപ്രദമായിട്ടുള്ള അതുകൊണ്ടുള്ള ബ്ലീഡിംഗ് ആണോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മെൻസ്ട്രേഷൻ്റെ ബ്ലീഡിംഗ് ആണോ എന്നുള്ളത് വളരെ എളുപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറേ ഡൗട്ട് ചോദിക്കാറുള്ളത് 3 കാര്യങ്ങളാണ്. അതായത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബാത്റൂം പോകാനായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനായിട്ടാണെങ്കിലോ ഇത് എന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. യാതൊരു വക പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 1-2 ദിവസങ്ങൾ, ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് എന്തോ ഒരു ഫോറിൻ ബോഡി ഇരിക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവാം എന്നുള്ളതല്ലാതെ യൂറിനേഷന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴോ യാതൊരു വക പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല. പിന്നെ ഒരു ഡൗട്ട് കൂടി ചോദിക്കാറുണ്ട്, എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എക്സസൈസും അല്ലെങ്കിൽ ഈ മെൻസ്ട്രൽ കപ്പായിട്ട് യാതൊരു വക ബന്ധവുമില്ല.
ഇപ്പോൾ നമ്മൾ പാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരായാലും നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ബ്ലീഡിങ്ങിൻ്റെ തോതനുസരിച്ചാണ് നമ്മൾ ഹെവി എക്സസൈസ് ആണ് ചെയ്യണോ അത് ഒഴിവാക്കണോ എന്നുള്ളത്. അല്ലാതെ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എക്സസൈസുമായിട്ട് യാതൊരു വക ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നതല്ല. ഇനി ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് 2 തരം ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടുമാണ് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീ ഫോൾഡ് ടെക്നിക്കാണ്. അതായത് നമ്മൾ ഈ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ സെർവിക്സിലോട്ട് വെജൈനയിലൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സെർവിക്സിലോട്ട് വരുന്നത് പോലെയാണ്. അതായത് ഇപ്പോൾ ഇത് സെർവിക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന ബ്ലഡ് മുഴുവനും ഈ കപ്പിലോട്ട് ഫുള്ളായിട്ടും പിടിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. സീ ഫോൾഡ് ടെക്നിക്കാണ് നമ്മൾ ആദ്യമായി കാണിക്കാൻ പോകുന്നത്. അതായത് റൗണ്ട് ഷേപ്പിലായിരിക്കും നിങ്ങളുടെ ഈ കപ്പ്. അപ്പോൾ അതിന് ഒരു ഭാഗം നമ്മൾ അങ്ങോട്ട് മടക്കുക, അതിനുശേഷം 2 ഭാഗം കൂടി ചേർത്ത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കിതൊരു സി ഷേപ്പിലായിട്ട് കാണാൻ പറ്റും. ഇതാണ് സി ഷേപ്പ് ടെക്നിക്ക്. ഇതാണ് നിങ്ങൾ വെജൈനയിലൂടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സെർവിക്സിൻ്റെ സൈഡിലോട്ട് അതിനെ ഫുള്ളായിട്ട് കയറ്റി വെക്കുകയും അതിനുശേഷം ഇതിനെ അവിടെ നിന്ന് ലൂസ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് സി ടൈപ്പിലായിരിക്കുമ്പോൾ നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഫിറ്റ് ചെയ്യേണ്ടത്. പഞ്ച് ഡൗൺ ടെക്നിക്കാണ് അടുത്തത്. അതായത് സി ടൈപ്പ് കർവ് കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കും ഓപ്പണിംഗ് ഭാഗത്തായിട്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കോ, അതായത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അങ്ങനെയുള്ളവർക്കോ, അല്ലെങ്കിൽ വജൈനൽ ഓപ്പണിംഗ് വളരെ ചെറുതുള്ളവർക്കോ ആണെങ്കിൽ സി ടൈപ്പ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്തരമുള്ളവർക്കാണ് ഈ പഞ്ച് ഡൗൺ ടെക്നിക്ക്. അതിൽ മറ്റേതുപോലെ തന്നെ ഈ റൗണ്ട് ആയിട്ടുള്ള നമ്മുടെ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു ഭാഗം നമ്മൾ നന്നായി പുഷ് ചെയ്യുകയും അത് നന്നായി താഴത്തേക്ക് വലിച്ചു പിടിക്കുകയും ചെയ്യുക. മുകളിലത്തെ ഭാഗം കൊണ്ട് വീണ്ടും ഫോൾഡിങ് ചെയ്യുക. അപ്പോൾ സി ടൈപ്പ് കർവിനേക്കാളും വളരെ ചെറിയ ഒരു ഓപ്പണിംഗ് ഭാഗമാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മൾ വജൈനയിലൂടെ ഇൻസേർട്ട് ചെയ്യേണ്ടതും സെർവിക്സിലോട്ട് കയറ്റി വെക്കേണ്ടതും. മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അവിടെ എയർ ടൈറ്റ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ യാതൊരു വക ബ്ലീഡിങ്ങും, അതായത് നമുക്ക് സ്പിൽ ഔട്ട് ചെയ്ത് പുറത്ത് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അഥവാ ആദ്യമായിട്ടാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഫസ്റ്റ് 2 ഡേയ്സ് വേണമെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ 2 പാഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത്. 12 അവേഴ്സ് വരെ നമുക്ക് ഈ ഒരു കപ്പ് യൂസ് ചെയ്യാമെങ്കിലും ഒരു 3 to 4 അവേഴ്സ് കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോയി അത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലഷ് ചെയ്ത് കളയാവുന്നതാണ്. വീണ്ടും അപ്പോൾ തന്നെ ഒന്ന് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ റീഇൻസേർട്ട് ചെയ്യാവുന്നതുമാണ്. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഒരു കാല് ഉയർത്തി വെച്ചതിന് ശേഷമായിരിക്കണം ഇൻസേർട്ട് ചെയ്യേണ്ടത്. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ് ഇതിൻ്റെ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. 5 മുതൽ 10 മിനിറ്റ് വരെ വളരെയധികം ബോയിൽ ചെയ്യാണ് ഏറ്റവും നല്ല സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് നെഗക്കെ, അതായത് ഈ കപ്പിന് മേലെയായിട്ട് തന്നെ അതിൽ വെള്ളം നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ 5 മുതൽ 10 മിനിറ്റ് വരെ വളരെയധികം ബോയിലിംഗ് വാട്ടറിൽ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ചെയ്യണമെന്നില്ല, 2-3 ദിവസം കൂടുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മെൻസ്ട്രുവേഷൻ സൈക്കിൾ ഫുള്ളായിട്ട് കഴിയുമ്പോൾ നന്നായി സ്റ്റെറിലൈസ് ചെയ്യുക, വീണ്ടും അത് പൗച്ചിലെടുത്ത് വയ്ക്കുക, വീണ്ടും അടുത്ത മാസം നമുക്ക് വീണ്ടും അത് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ മെൻസ്ട്രൽ കപ്പ് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞതിന് തൊട്ട് ശേഷം ഒരു 6 ആഴ്ചയോളം, ഏകദേശം 1.5 മാസം അല്ലെങ്കിൽ 2 മാസം എന്ന് തന്നെ വെക്കാം, അത്രയും സമയം നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും വെജൈനൽ ഓപ്പണിങ്ങിൻ്റെ സ്ഥലത്തായിട്ടും അല്ലെങ്കിൽ സെർവിക്സ് റീജിയനിലായിട്ടും ചെറിയ പൊട്ടലുകളോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത്തരം മുറിവുകൾ കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ഫോറിൻ ബോഡി ഇൻസേർഷൻ വേണ്ട എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, നമ്മുടെ അവിടെ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഹൈമൻ ആ ലെയറിന് വളരെ, കന്യകത്വ ആ ചർമ്മത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമയമാണല്ലോ, ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനൊരു റപ്ചറിങ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് മേ ബി ആ ഒരു ഏജുള്ള കുട്ടികൾക്ക് വളരെ, അതായത് കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള സമയത്ത് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കണമെന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് തന്നെ 13 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു മെൻസ്ട്രേഷൻ ആവുന്ന സമയം തൊട്ട് തന്നെ ഈ മെൻസ്ട്രൽ കപ്പ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയാണെങ്കിലും ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റി നന്നായി ചെയ്യുന്നവർ അല്ലെങ്കിൽ കായികമായിട്ടുള്ള മറ്റ് അധ്വാനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ ഹൈമൻ റപ്ചർ സർവ്വസാധാരണമാണ്. ഇതെല്ലാം ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് വേണ്ട എന്നൊന്നും പറയണില്ല. പക്ഷേ നമ്മുടെ ഇവിടെ കൂടുതലും ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആളുകളിലും അല്ലെങ്കിൽ ഈ കന്യാചർമ്മത്തിന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾക്കുമാണ് നമ്മളിത് വേണ്ട എന്ന് പറയാറുള്ളത്. 3 തരത്തിലുള്ള മെൻസ്ട്രൽ കപ്പുകൾ അവൈലബിൾ ആണ്. അതായത് 15 വയസ്സിന് താഴെയുള്ളവർക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഏകദേശം വലിയ വലിപ്പമില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്മോൾ ടൈപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ അടുത്ത വേർഷൻ എന്ന് പറയുന്നത് മീഡിയം ടൈപ്പാണ്. മീഡിയം ടൈപ്പ് എന്ന് പറയുന്നത് ഒരു 30 വയസ്സ് വരെയുള്ളവർക്ക് അല്ലെങ്കിൽ ഡെലിവറി കഴിയാത്തവർക്ക് എന്നാണ് അവർ അതിൽ ലേബൽ ചെയ്തിരിക്കുന്നത്. അവർക്കൊരു മീഡിയം ടൈപ്പാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു 30 വയസ്സിന് മേലെയുള്ളവർക്കും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള, നോർമലായാലും സിസേറിയൻ ആയാലും ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കുമാണ് ഹൈ സൈസ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരുവിധം ആവറേജ് നമ്മുടെ ഒരു ഇന്ത്യൻ ഇതിൽ വെച്ചിട്ട് നോർമലായിട്ടുള്ളവർക്ക് ഒരു മീഡിയം സൈസ് കൊണ്ട് തന്നെ ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മെൻസ്ട്രൽ കപ്പിൻ്റെ ഇൻസേർഷനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്നാൽ അത്
എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അതൊരു എയർ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ സ്ക്വീസ് ചെയ്തതിന് ശേഷം ഒന്ന് ഇണക്കിയതിന് ശേഷം വേണം നമ്മളൊന്ന് എടുക്കാനായിട്ട്. അതായത് വളരെ വേഗത്തിൽ വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെരിഞ്ഞെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം ബ്ലഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ തന്നെ നമുക്കത് ഫ്ലഷ് ഓഫ് ചെയ്ത് കളയാം. വേണമെങ്കിൽ ഒരു റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയും അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം, ഏത് തരത്തിലൊക്കെ ഉള്ളതുണ്ട് എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാക്സിമം ആളുകൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ അതിനും മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വ്യൂവേഴ്സും ലേഡീസ് മാത്രമല്ല എന്നുള്ളത് എനിക്കറിയാം. ഇത് കാണുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവരുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ അല്ലെങ്കിൽ മകൾക്കോ ആർക്കെങ്കിലും ഇത് സജസ്റ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതിനെപ്പറ്റിയുള്ളൊരു അവബോധം സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റ് കുട്ടികൾ പഠിക്കുന്ന കോളേജുകളിലോ അല്ലെങ്കിൽ ഒരു ലേഡീസ് ഗ്രൂപ്പിൻ്റെ ഇടയിലും ഇപ്പോൾ ഒരു അവസ്ഥയിൽ വളരെ കുറവാണ്. അപ്പോൾ ഇത് പാഡുകൾ കത്തിക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇൻസിനേറ്ററുകൾ സംഘടിപ്പിക്കുന്ന ആ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ഒരു ഡിവൈസിനെ പറ്റി കൂടുതൽ അറിവ് നൽകുകയാണെങ്കിൽ, ശരിയായ അറിവ് നൽകുകയാണെങ്കിൽ നമ്മുടെ ഭൂമിക്കും അത് നല്ലതായിരിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് അംബ്ലിക് I am സൈനിങ് ഓഫ് ഫ്രം എഡ്യു ഹെൽത്ത്.